നമുക്കിനി നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺസ്റ്റൻസ് അറിഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. അപ്പം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺസ്റ്റൻസ് അതും കൂടെ ഉള്ളൂ നമുക്ക്. അപ്പം അതിൻ്റെ ഡെറിവേഷൻ കുറച്ചും കൂടെ മനസ്സിലാവണമെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ 2D നമുക്ക് ആദ്യം നോക്കാം. കൺസിഡർ എ സ്ക്വയർ. എന്താണ്? ABCD എന്നൊരു സ്ക്വയർ കൺസിഡർ ചെയ്യാം. σ1 σ2 ആണ് നോർമൽ സ്ട്രെസ്സസ്. σ1 അറൌണ്ട് ദി എക്സ് ആക്സിസും σ2 അറൌണ്ട് ദി y ആക്സിസും ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ്സസ് ആണ്. അപ്പം സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ σ1 എന്ന് പറയുന്നത് എന്താണ്? E1/E അല്ലേ? E എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ E എന്ന് പറയുമ്പം യോങ്സ് മോഡുലസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പം ഇൻ ദി EX ഡയറക്ഷനിലെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ EX ഡയറക്ഷനിലുള്ള സ്ട്രെസ് എത്ര? σ1. σ1 ബൈ ക്യാപിറ്റൽ E ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ ഇൻ ദി X ഡയറക്ഷൻ. അതുപോലെ സ്ട്രെയിൻ ഇൻ ദി Y ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാറ്ററൽ സ്ട്രെയിൻ EY എന്നാണ് സ്ട്രെയിൻ ഇൻ ദി Y ഡയറക്ഷൻ. അതെന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ ആണ്. അതെന്ന് പറയുന്നത് -μ ഇൻറ്റു σ1/E ചെയ്യണം. ഈ -μ എവിടെ നിന്ന് വന്നെന്നല്ലേ? നമുക്കറിയാം പോയ്സൺസ് റേഷ്യോ μ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അപ്പം ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ μ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലേ? അതാണ് μ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ E1/E എടുത്തത്. മനസ്സിലായോ? അപ്പം ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ -μ ഇൻറ്റു ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമ്മൾ ചെയ്യണം. സിമിലർലി സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ σ2. σ2ന് രണ്ട് സ്ട്രെയിൻ. ഇവിടെ നമ്മൾ σ1ന് രണ്ട് സ്ട്രെയിൻ ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ലാറ്ററൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനെ ഇൻറ്റു ഒരു -μ ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? ലാറ്ററൽ സ്ട്രെയിൻ കിട്ടും. അതുപോലെ എന്താണ്? സ്ട്രെയിൻ ഇൻ ദി Y ഡയറക്ഷൻ. ഇത് ഈ മൈനസ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആണെങ്കിൽ നമ്മൾ മൈനസ് എടുക്കണം, കംപ്രഷൻ ആണെങ്കിൽ പോസിറ്റീവ് ആക്കണം. അത് കണക്കിൽ പോകുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. എന്തായാലും ഡെറിവേഷനിൽ നമ്മളെല്ലാം ടെൻസൈലായിട്ട് തന്നെ എടുക്കാറ്. അതുകൊണ്ടാണ് -μ. അപ്പം ഇനി സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ σ2. അപ്പം ഇൻ ദ Y ഡയറക്ഷനിൽ σ2 ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ σ2/E. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു -μ ഇൻറ്റു σ2/E. അപ്പം എന്താണ് ടോട്ടൽ? ഇനി എന്താണ് സ്ട്രെയിൻ ഇൻ ദി X ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ σ1/E മൈനസ് ഈ X ഡയറക്ഷനിൽ ഒരു സ്ട്രെയിനും കൂടെ ഇല്ലേ, ലാറ്ററൽ സ്ട്രെയിൻ σ2 കാരണമുള്ള -μ ഇൻറ്റു σ2/E കൂടെ നമ്മൾ ചെയ്യണ്ടേ? ഇത് മനസ്സിലായോ? ടോട്ടൽ സ്ട്രെയിൻ ഇൻ ദി X ഡയറക്ഷൻ എന്ന് പറയുന്നത് X ഡയറക്ഷനിൽ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ σ1/E ഉണ്ട്, പിന്നെ X ഡയറക്ഷനിൽ ഒരു ലാറ്ററൽ സ്ട്രെയിനും ഉണ്ട് -μ ഇൻറ്റു σ2/E. അപ്പം അതിൻ്റെ ടോട്ടൽ സമ്മ്. അതുപോലെ ടോട്ടൽ സ്ട്രെയിൻ ഇൻ Y ഡയറക്ഷൻ E2 എന്ന് പറയുന്നത് എന്താണ്? Y ഡയറക്ഷനിലെ σ2/E, ഇവിടെ ഒരു Y ഡയറക്ഷനിൽ -μ ഇൻറ്റു σ1/E ഉണ്ട്. ആ രണ്ടിൻ്റെയും സമ്മാണ് ടോട്ടൽ സ്ട്രെയിൻ ഇൻ ദി Y ഡയറക്ഷൻ. ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. ഓക്കെ, ഈ σ1 σ2 എന്ന് പറഞ്ഞ സ്ട്രെസ്സും E1 E2 എന്ന് പറയുന്നത് സ്ട്രെയിനും. ഇതാണ് 2D ഡയമെൻഷൻ്റെ അകത്തുള്ളത്. അതുപോലെ ഞാൻ എൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഇൻ 3D സിസ്റ്റം എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ 3 എണ്ണം ഉണ്ട്. σ1 σ2 σ3 ഉണ്ട്. കാരണം XY Z ഡയറക്ഷനിൽ. അപ്പം എന്താണ്? എൻ്റെ സ്ട്രെയിൻ ബൈ σ1 ഇൻ ദി X ഡയറക്ഷൻ. സ്ട്രെയിൻ ബൈ σ1 ഇൻ ദി X ഡയറക്ഷൻ എന്താണ്? σ1/E. അതുപോലെ സ്ട്രെയിൻ ബൈ ഓഫ് σ1 ഇൻ ദി Y ഡയറക്ഷൻ എന്താണ്? ഇനി സ്ട്രെയിൻ ബൈ σ1 ഇൻ ദി Y ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ലാറ്ററൽ ആണ്. അപ്പം -μ ഇൻറ്റു σ1/E. അതുപോലെ ഇൻ ദി Z ഡയറക്ഷൻ എന്താണ്? ഒരു -μ ഇൻറ്റു σ1/E ചെയ്താൽ മതി. അപ്പം എന്താണ്? സ്ട്രെയിൻ ബൈ σ1 ഇൻ ദി X ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ σ1/E. Yയും Zഉം എന്താണ്? അതിന് പെർപെൻഡിക്കുലർ ആണ്, ലാറ്ററൽ സ്ട്രെയിൻസ് ആണ്. അപ്പം എന്താണ്? -μ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ചെയ്താൽ മതി. അതുപോലെ സ്ട്രെയിൻ ബൈ σ2 ഇൻ ദി Y ഡയറക്ഷൻ എന്ന് പറയുന്നത് σ2/E. ഇൻ ദി X ഡയറക്ഷൻ എന്ന് പറയുന്നത് -μ ഇൻറ്റു σ2/E. ഇൻ ദി Z ഡയറക്ഷൻ എന്ന് പറയുന്നത് -μ ഇൻറ്റു σ2/E. അതാണ് ഇവിടെ ഇരുന്നത്. അതുപോലെ തന്നെ സിമിലർലി Z ഡയറക്ഷനിലും. അപ്പം നമ്മൾ ടോട്ടൽ സം എടുക്കുമ്പം ടോട്ടൽ സ്ട്രെയിൻ ഇൻ ദി X ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ σ1/E -μ ഇൻറ്റു σ2/E -μ ഇൻറ്റു σ3/E. അതുപോലെ തന്നെ E2 ഇത്ര എല്ലാത്തിൻ്റെയും സം. ഇതാണ് ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഡയറക്റ്റ് ഇനി ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കോൺസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് യോങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, പിന്നെ റിജിഡിറ്റി മോഡുലസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഡെറൈവ് ചെയ്യണം. അപ്പൊ അത് ഡെറൈവ് ചെയ്യാൻ ഇതുപോലെ 3D ഡയമെൻഷനിൽ എന്ത് ചെയ്യും, നമ്മൾ 4 XZ Y ഡയറക്ഷനിൽ സ്ട്രെസ് അപ്ലൈ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ നമുക്ക് ഡിഫറെന്റ് ആയിരുന്നു. σ1, σ2, σ3 3 ആയിരുന്നു. ഇവിടെ എല്ലാം ഒരേ സാധനം. അത് ഞാൻ F എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ എല്ലാം സിഗ്മ തന്നെയാണ്. സിഗ്മയ്ക്ക് വരെ ഇവിടെ F എന്ന് എഴുതുന്നുള്ള സ്ട്രെസ്സിനെ. അപ്പൊ ടോട്ടൽ സ്ട്രെസ്സിന്റെ X ഡയറക്ഷൻ എന്താ, സിഗ്മ ബൈ ഇക്ക് വരെ F/E അതായതേ ഉള്ളൂ. F/E മൈനസ് ഇവിടെ മ്യൂന് വരെ നമ്മൾ 1/m എന്ന് ഇട്ടു. പോയ്സൺസ് റേഷ്യോ എനിക്ക് മ്യൂന്നും റെപ്രസെന്റ് ചെയ്യാം, 1/m എന്നും റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ റെപ്രസെന്റ് ചെയ്താലും കുഴപ്പമില്ല. 1/m into F/E മൈനസ് 1/E into F/E അല്ലേ. എല്ലാ F ഒന്നായതുകൊണ്ട് F കോമൺ എടുത്താൽ എനിക്ക് ടോട്ടൽ ഇൻ ദ X ഡയറക്ഷൻ എന്താണ്, F/E into 1 minus 2m എന്ന് കിട്ടും. അതുപോലെ തന്നെ Y ഡയറക്ഷനും Z ഡയറക്ഷനും എല്ലാം സെയിം ആയതുകൊണ്ട് F/E into 1 minus 2m തന്നെ കിട്ടും. അതാണ് ടോട്ടൽ എല്ലാ σ1 ഇവിടെ നമ്മുടെ σ1, σ2, σ3 ഈക്വൽ ആയി കഴിഞ്ഞാൽ സിഗ്മ എല്ലാം കൂടെ കോമൺ എടുക്കത്തില്ലേ. അപ്പൊ 1 minus mu എന്ന് വരത്തില്ലേ. അതിന് 1 minus മ്യൂന് പകരം ഇവിടെ 2 മ്യൂന് പകരം 2/m മ്യൂ അല്ലെങ്കിൽ 1/m എങ്ങനെ വേണം നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ടോട്ടൽ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ബൈ വി ആണ്. എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ സ്ട്രെയിൻ ബൈ വി. അപ്പൊ ടോട്ടൽ സ്ട്രെയിൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഓരോ X ഡയറക്ഷനിലെ സ്ട്രെയിൻ എന്ന് പറയുന്നത് X. അപ്പൊ ടോട്ടൽ വോളിയം ഇത് യൂണിറ്റ് ലോഡ് യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 plus EX X ഡയറക്ഷനിൽ ഇലോങ്ങേഷൻ X പ്ലസ് പിന്നെ ഒരു Y ഡയറക്ഷനിലെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ വോളിയം എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ, യൂണിറ്റ് ലെങ്ത് അല്ലേ. അപ്പൊ എന്താ അതാണ് ഈ 1 എന്ന് പറഞ്ഞാൽ 1 plus E, കാരണം EX ഡിസ്റ്റൻസ് അത് ഇലോങ്ങേറ്റ് ചെയ്തു, അതാണ് 1 plus EX ഇൻറ്റു അടുത്തത് ലെങ്ത്, നെക്സ്റ്റ് ബ്രെഡ്ത്തും 1 ആണ്. അപ്പൊ 1 plus EY ഇൻറ്റു ഹൈറ്റും 1 ആണ്. സോ 1 plus EZ. ഇത് ചേഞ്ച് ഇൻ വി, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വി ആണ്. അപ്പൊ ഫൈനൽ വി മൈനസ് ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ബൈ ഒറിജിനലും താഴെ 1 തന്നെയാണ്. അപ്പൊ ഈ വി എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം 1 plus EX plus EY plus EZ plus EX EY ഇങ്ങനെ നമുക്ക് കിട്ടും അകത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. ഇതിൽ EX EY EZ ഇതെല്ലാം വളരെ സ്മോൾ ആയതുകൊണ്ട് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ 1ഉം ഈ പുറത്തുള്ള 1ഉം കട്ടായി പോകും. ഇനി ഇതെല്ലാം നമുക്ക് 0 ആയിട്ടും എടുക്കാം. അപ്പൊ നമ്മുടെ ടോട്ടൽ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് EX plus EY plus EZ ആണ്. PX EY EZ എന്ന് പറഞ്ഞാൽ F/E 1 minus 2m അല്ലേ, മൂന്നും സെയിം അല്ലേ. അങ്ങനെയാണ് ഡെൽറ്റ വി ബൈ വി അല്ലെങ്കിൽ നമ്മുടെ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് 3F/E 1 minus 2m എന്ന് വന്നത്. ഇനി നെക്സ്റ്റ് ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ F/EV ആണ് അല്ലേ, നോർമൽ സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. അപ്പൊ എന്താണ് F/3F/E 1 minus 2m. അപ്പൊ K is equal to E/3 1 minus 2m. റീഅറേഞ്ച് ചെയ്യുമ്പം E is equal to 3K 1 minus 2m. ഇതാണ് ഒരു റിലേഷൻഷിപ്പ് എന്താണ് ബിറ്റ്വീൻ E ആൻഡ് K. അതുപോലെ നമുക്ക് ഇനി റിലേഷൻഷിപ്സ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പ്. ഈ ഡെറിവേഷൻ നോക്കി വെച്ചേക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ E ആൻഡ് G നോക്കാം. അപ്പൊ E എന്ന് പറഞ്ഞാൽ 3K into 1 minus 2m നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി G എന്ന് പറയുമ്പോൾ ഷിയർ വരുന്നുണ്ട്, റിജിഡിറ്റി മോഡുലസ് ആ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ABC എന്ന് എൻ്റെ ഒരു ബോക്സ് എടുത്തു, Q അപ്ലൈ ചെയ്തു. അപ്പൊ Q ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പൊ എന്താണ് A എന്ന് പറയുന്നത് A' നീങ്ങി, കാരണം ഇവിടെ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ സംഭവിച്ചു. ആ ആംഗിൾ ആണ് ഫൈ എന്ന് പറഞ്ഞ. അപ്പൊ എന്താണ് CA എന്നുള്ളത് A എന്ന് പറയുന്നത് A' പോയി. അപ്പം എൻ്റെ ലീനിയർ സ്ട്രെയിൻ ഇൻ ദ ഡയഗണൽ AC യിലെ ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് Q/E plus 1/m Q/E അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നമ്മുടെ എന്താണ് സ്ട്രെസ് ബൈ F1/A എന്ന് പഠിച്ചില്ല, അതുപോലെ തന്നെ Q/E plus എന്താണ് ലാറ്ററൽ വരുമ്പോൾ 1/m. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇതിന്റെ നേരെ ഇത് ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ ഇത് നേരെ ഇങ്ങനെയാണ്, ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. അപ്പൊ Q/E plus 1/m Q/E.
അപ്പോൾ Q by E കോമൺ എടുക്കുമ്പോൾ 1 plus 1 by M. ഇത് നമ്മുടെ ഇക്വേഷൻ 1. ഇത് ആലോചിച്ച് വെച്ചോണം. അപ്പോൾ ലീനിയർ സ്ട്രെയിൻ ഇൻ ദ ഡയഗണൽ AC എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുക്കുന്നത് പോലെ Q by E, ഇവിടെ മൈനസ് വരും പ്ലസ് എടുക്കണം, കാരണം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആയതുകൊണ്ട്. പ്ലസ് എന്താണ് 1 by M എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയ്സൺസ് റേഷ്യോ 1 by M into Q by E. അപ്പോൾ Q by E കോമൺ എടുക്കുമ്പോൾ 1 plus 1 by M ബ്രാക്കറ്റിൻ്റെ അകത്ത് പോകും. അത് നമ്മുടെ ഇക്വേഷൻ 1. അതുപോലെ തന്നെ ഇത് ലീനിയർ സ്ട്രെയിൻ നമ്മൾ ഇനി വേറെ ഇതിൽ എഴുതാൻ പറ്റും. ലീനിയർ സ്ട്രെയിൻ ഇൻ AC എന്താണ് A' E by CE അല്ലേ. A' E എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇൻക്രീസ് ചെയ്തു. AC ആയിരുന്നു ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത്. A' E എന്ന് പറയുന്നത് എത്രയാണ്, ഇത് ഇൻക്രീസ് ചെയ്തത്, വലിഞ്ഞത്. ഈ എന്ന് ഞാൻ E എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ ACയും ECയും ഈക്വൽ ആണ് അല്ലെ. ഈ ഞാൻ ഇതും കൂടി പ്രൊജക്റ്റ് ചെയ്തതാണ്. അപ്പം എന്താണ് എൻ്റെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. A' E ആണ് ഇൻക്രീസ് ഇൻ ലെങ്ത്, ഒറിജിനൽ ലെങ്ത് അപ്പം എന്താണ് EC ആണ്. അപ്പം ഈ A' by E by EC. ഇനി A' E എനിക്ക് ഇത് 90 ഡിഗ്രി ആകുമ്പോൾ ഇത് cos 45 ആയിട്ട് എത്രത്തോളം 45 ഡിഗ്രിയാണ് ഷിയർ കാരണം അത് പോകുന്നത്. അപ്പം എന്താണ് നമുക്ക് cos 45 എന്ന് എടുക്കാം. A' cos 45 എന്നാക്കാം എനിക്ക് A' E. അതുപോലെ തന്നെ CE എനിക്ക് AD by cos 45 എന്നും ആക്കാം. എൻ്റെ AD ഇവിടെ cos 45. അപ്പം എൻ്റെ cos 45 ഞാൻ 1/√2 എടുത്തു. റീഅറേഞ്ച് ചെയ്യുമ്പം എനിക്ക് ലാസ്റ്റ് A' by A by 2AD എന്ന് കിട്ടും. A' by A എന്ന് പറയുന്നത് sin phi ആണ് അല്ലേ. ഇത് phi, അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യസ് A' by A by AD. അപ്പം എന്താണ് phi by 2 എന്ന് വരും. phi എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെയിൻ ആണ്. അത് ഞാൻ എന്താണ് Q by G. Q എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി G. അപ്പം എന്താണ് ഞാൻ അതിൻ്റെ ഷിയർ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു Q by G എന്ന് വരും. അപ്പം അതെൻ്റെ ഇക്വേഷൻ നമ്പർ 2 ആയി. അപ്പം ഇത് രണ്ടും ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം ലീനിയർ സ്ട്രെയിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് എന്താണ് 1ഉം 2നെയും ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. Q by E into 1 plus 1 by M is equal to Q by 2G എന്ന്. അപ്പം എന്താണ് അതെനിക്ക് റീഅറേഞ്ച് ചെയ്യുമ്പം E is equal to 2G into 1 plus 1 by M. ഇതാണ് നമ്മുടെ സെക്കൻഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മോഡുലസ് ഓഫ് റിജിഡിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഇനി നെക്സ്റ്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും Gയും Kയും മൂന്നും തമ്മിലുള്ള റിലേഷൻ. ഈക്ക് ഇപ്പം എനിക്ക് രണ്ട് ഇക്വേഷനായി. ഒന്ന് 2G into 1 plus 1 by M പിന്നെ 3K into 1 minus 2 by M. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം എനിക്ക് പോയ്സൺസ് റേഷ്യോ 1 by M 3K minus 2G by 2G plus 6K എന്ന് കിട്ടും. അത് ഞാൻ എന്ത് ചെയ്തു E is equal to 2G into 1 plus 1 by M അല്ലേ. ആ 1 by M അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം എനിക്ക് ലാസ്റ്റ് E is equal to 9GK by G plus 3K എന്ന് കിട്ടും റീഅറേഞ്ച് ചെയ്യുമ്പം. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഈ മൂന്ന് റിലേഷനാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ മൂന്ന് ഇക്വേഷൻ നിങ്ങൾ അറിയണം, എന്നാലേ നമുക്ക് താഴോട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേണേൽ പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് KT നോട്ട് തന്നെയല്ലേ ഡൗൺലോഡ് ചെയ്ത് ആ ഡെറിവേഷൻ പഠിച്ചിട്ട് ഈ പ്രോബ്ലത്തിലോട്ട് പോയാലും മതി. അപ്പോൾ ഈ പ്രോബ്ലംസ് നോക്കാം. A bar of certain material of size 60 mm into 60 mm is subjected to an axial pull of 200 kilonewton. The extension observed over the gauge length of 150 mm is 0.1 meter. The decrease in each side is 0.008 mm. Determine the elastic modulus of the material of the bar. അപ്പം എന്താണ് ടോട്ടൽ 60 mm into 60 mm ആണ് എൻ്റെ മെറ്റീരിയലിൻ്റെ സൈസ്. അപ്പം എനിക്ക് ഏരിയ അപ്പം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ലോഡും തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞു എക്സ്റ്റൻഷൻ ഡെൽറ്റ L എന്ന് പറയുന്നത് അപ്പം എന്താണ് 1.1, ടോട്ടൽ ലെങ്ത് 150 mm. അതിന് ഒരു സൈഡിൽ 0.1 കൂടുമ്പോൾ അടുത്ത സൈഡിൽ 0.008 കുറയുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഡിറ്റർമൈൻ ചെയ്യേണ്ട എൻ്റെ ഇലാസ്റ്റിക് മോഡുലൈസ് ആണ് ഞാനിവിടെ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ Eയും Kയും Gയും കണ്ടുപിടിക്കണം. അപ്പം ആദ്യം E എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ P by A. P ടോട്ടൽ ലോഡ് 200 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 60 into 60 mm സൈസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം എന്താണ് എനിക്ക് സ്ട്രെസ് കിട്ടി. ഡയറക്റ്റ് തന്നു അപ്ലൈ ചെയ്താൽ മതി.
അതുപോലെ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ 150 mm 0.1 mm ആണ് ലെങ്ത് ഇൻക്രീസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ L/L ചെയ്താൽ എനിക്ക് എന്റെ സ്ട്രെയിനും കിട്ടി. അപ്പൊ എന്താണ് E is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്യുമ്പോൾ E കിട്ടി. ഇനി അടുത്തത് പോയിസൺസ് റേഷ്യോ കണ്ടുപിടിക്കണം, എന്നാലേ എനിക്ക് ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം E is equal to 2G plus 1/m അല്ലേ, അപ്പൊ 1/m ആണ് എന്റെ പോയിസൺസ് റേഷ്യോ. അത് കണ്ടുപിടിച്ചാൽ എനിക്ക് ഇനി എന്റെ ജിയും കെയും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ ലീനിയർ സ്ട്രെയിൻ ആണ് അല്ലേ. അപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ലീനിയർ സ്ട്രെയിൻ ആണ് ഇതേ 0.1 കാരണമുള്ളത്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്താണ് 0.008 ആണ് ഇൻക്രീസ് ചെയ്തതെന്ന്, ഡിക്രീസ് ചെയ്തത് ഓൺ ഈച്ച് സൈഡ് അല്ലാത്ത സൈഡിൽ. അപ്പൊ 0.008/60 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയമെൻഷൻ 60x60 അല്ലേ, ആ 60ൽ എനിക്ക് എന്ത് കിട്ടി, എൻ്റെ ലാറ്ററൽ സ്ട്രെയിൻ കിട്ടി. പിന്നെ ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നേരത്തെ കണ്ടുപിടിച്ച തന്നെ 0.1/150 ഡെൽറ്റ L/L. അപ്പൊ എനിക്ക് എന്ത് ചെയ്ത് ലാറ്ററും ലീനിയർ സ്ട്രെയിനും കിട്ടി, ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്തു പോയിസൺസ് റേഷ്യോ കിട്ടി. പിന്നെ നമ്മുടെ എന്താണ് E is equal to 2G by 1 plus 1/m അപ്ലൈ ചെയ്താൽ നമുക്ക് G കിട്ടും. E is equal to 3K into 1 minus 2/m അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, Kയും കിട്ടും. ബാക്കി ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് എല്ലാ കോൺസ്റ്റൻസും കിട്ടും. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ കുറച്ചത് ഒന്നുകൂടെ കേട്ടോട്ടോ ഞാൻ പറഞ്ഞത്. ടെസ്റ്റ് ഡാറ്റ ആപ്ലിക്കേഷനേ ഉള്ളത്. In next question, a bar of 20 mm dia is tested in tension. It is observed that when a load of 37.7 kilonewton is applied, the extension measured over the gauge length of 200 mm is 0.12 mm and the contraction is in the dia is 0.0036 mm. Find the Poisson's ratio and elastic moduli. അപ്പോൾ പറഞ്ഞ് ബാറിൻ്റെ ഡയമീറ്റർ 20 mm തന്നിട്ടുണ്ട്, നമ്മളൊരു ലോഡും തന്നിട്ടുണ്ട്. അപ്പം ബാറിൻ്റെ ഡയമീറ്റർ തന്നു, ദാറ്റ് മീൻസ് എനിക്ക് അപ്പം തന്നെ ഏരിയ കിട്ടും. ലോഡും തന്നിട്ടുണ്ട്, സ്ട്രെസ് അപ്പം തന്നെ എനിക്ക് കണ്ടുപിടിക്കാം. ഈസ് അപ്ലൈഡ് ദ എക്സ്റ്റൻഷൻ മെഷേർഡ് ഓവർ ദ ഗോജ് ലെങ്ത്. ഗോജ് ലെങ്ത് 200 ആ എക്സ്റ്റൻഷൻ 0.12 ആണ്. അപ്പൊ ഡെൽറ്റ എല്ലും തന്നു, എനിക്ക് എന്റെ സ്ട്രെയിനും കിട്ടി. സ്ട്രെസ്സും സ്ട്രെയിനും ഇപ്പൊ തന്നെ എനിക്ക് കിട്ടി. ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്തു, E കിട്ടി കഴിഞ്ഞു. നേരത്തെ ക്വസ്റ്റ്യൻ സെയിം ആണിത്. ആൻഡ് ദ കോൺട്രാക്ഷൻ ഇൻ ഡയ ഇസ് 0.0036. അപ്പൊ എന്റെ പോയിസൺസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ലീനിയർ സ്ട്രെയിൻ ആണ് ഇപ്പൊ നേരത്തെ കിട്ടിയത്. ഇനി ലാറ്ററൽ സ്ട്രെയിൻ നേരത്തെ ക്വസ്റ്റ്യൻ സെയിം ആണ് ഇത്. ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, ഈ എലോങ്ങേഷൻ ഡയമീറ്റർ വന്നു, ഒറിജിനൽ ഡയമീറ്റർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്താണ് എന്റെ ലാറ്ററൽ സ്ട്രെയിനും കിട്ടി. അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്ത് എന്റെ പോയിസൺസ് റേഷ്യോ കിട്ടും. ക്വസ്റ്റ്യനിലെ പോയിസൺസ് റേഷ്യോയും ബാക്കി ഇലാസ്റ്റിക് മോഡുലസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നേരത്തെ ക്വസ്റ്റ്യൻ സെയിം തന്നെ ഇത്. അതാ ഞാൻ അവിടെ ക്വസ്റ്റ്യനിൽ വെച്ചത് പറഞ്ഞത് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയിരുന്നാൽ മതി. Next question, the material has a modulus of rigidity. Rigidity എന്ന് പറയുമ്പോൾ എന്താണ്, equal to 0.4 into 10⁵. Original G തന്നിട്ടുണ്ട് അതിന്റെ വാല്യൂ, and bulk modulus K നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. Find its Young's modulus and Poisson's ratio. E is equal to 9 kg by G plus 3K. Direct apply the E കിട്ടും, E യും G യും അറിയാം. And equation എന്താണ്, Poisson's ratio കണ്ടുപിടിക്കുക. Direct question. Next, in a laboratory, tensile strength is conducted. Young's modulus of a material is found to be 2.1 into 10⁵ Newton per mm square. അപ്പോൾ E തന്നിട്ടുണ്ട്. On the same material, torsional stress is conducted and modulus of rigidity G യും തന്നിട്ടുണ്ട്. Determine Poisson's ratio and bulk modulus. ഇതും ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. ഇയും ജിയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, 1/m കിട്ടും. 1/m കിട്ടി, ഇയും അറിയാം. ഡയറക്റ്റ് കെന്റെ ഇക്വേഷനിലിട്ടാൽ എനിക്ക് എന്ത് കിട്ടും, കെയും കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതായിരുന്നു ഈ ഒരു പാർട്ടിലെ ക്വസ്റ്റ്യൻസ്. ഫുള്ള് തീർന്നിട്ടില്ല, ഇനിയുണ്ട് 2-3 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, 2 ക്വസ്റ്റ്യൻ നോക്കാം, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ സെയിം ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്നതാണ്. A 500 mm long bar has a rectangular cross section 20 mm into 40 mm. This has subjected to 40 kilonewton tensile force on 20 into 40 mm face
200 kilonewton compressive force on 20 into 50 mm face and 300 kilonewton tensile force on 40 into 50 mm face. Find the change in volume if E is equal to 2 into 10 raised to 5 Newton per mm square and E gamma and mu aane. Mu is equal to 0.3. In the total 500 long bar and a cross section 20 into 40 mm. ഓരോ ഫേസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എന്ന് പറയുമ്പം ഇങ്ങനെ എൻ്റെ 500 mm ലോങ് 40 mm വിഡ്ത്ത് 40 into 20 ഇവിടെ വരുന്നു. അപ്പോൾ ഒരു 40 into 20 ക്രോസ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്നത് ഒരു 40 kilonewton ടെൻസൈൽ ഫോഴ്സ്, അതാണ് ഔട്ട്വേർഡ് വരച്ചേക്കുന്നത്. 20 into 500 mm ആക്ട് ചെയ്യുന്നത് 200 kilonewton, അതാണ് ഇൻവേർഡ് വരച്ചേക്കുന്നത് കംപ്രസീവ് ഫോഴ്സ്. പിന്നെ പറഞ്ഞു 40 into 500 mm ആക്ട് ചെയ്യുന്നത് 300 kilonewton ടെൻസൈൽ ഫോഴ്സ്, അതാണ് ഔട്ട്വേർഡ് വരച്ചേക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും വരച്ചു. ഇനി ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഡെറിവേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു പോയാൽ മതി. ഓരോ സ്ഥലത്തെ ആദ്യം സ്ട്രെസ് ഉണ്ട്. സിഗ്മ ആദ്യം നമ്മൾ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 കണ്ടുപിടിക്കണം. എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ ഇസഡ് 3 ഡയറക്ഷനിൽ സിഗ്മ കണ്ടുപിടിക്കണം. ഓരോ ഫേസിലെയും ലോഡ് അറിയാം, അതിൻ്റെ ഡയമെൻഷൻ അറിയാം. ആ ലോഡും ഡിവൈഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എനിക്ക് സിഗ്മ എക്സും സിഗ്മ വൈയും സിഗ്മ ഇസഡും കിട്ടും. അതുപോലെ എനിക്കറിയാം എൻ്റെ സ്ട്രെയിൻ ഇൻ ദി എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ വൈ ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ ഇസഡ് ബൈ ഇ. ഇത് എനിക്ക് ടോട്ടൽ ഇതാണ് എൻ്റെ ഇക്വേഷൻസ് എന്ന് അറിയാം. എനിക്ക് സിഗ്മ അറിയാം, ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ഇതിൽ അപ്ലൈ ചെയ്താൽ പോരെ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇവിടെ ടെൻസൈൽ ഫോഴ്സ് വരുന്ന സ്ഥലത്ത് മൈനസ് തന്നെയാണ്, പക്ഷേ ഓപ്പോസിറ്റ്സ് ആണ് കംപ്രസീവ് ഫോഴ്സ് ആണെങ്കിൽ അത് പ്ലസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ 200 kilonewton കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ ഏതാ? സിഗ്മ ഇസഡ്. സിഗ്മ ഇസഡ് ഈ ക്വസ്റ്റ്യനിൽ പോസിറ്റീവ് ആണ്, കാരണം ഇതെന്താണ്? കംപ്രസീവ് ആണ്. ഈ സിഗ്മ ഇസഡ് വരുന്ന സ്ഥലമൊക്കെ പോസിറ്റീവ് ആക്കിക്കോണം, മറക്കരുത്. എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ മൈനസ് സിഗ്മ വൈ ബൈ ഇ പ്ലസ് സിഗ്മ ഇസഡ് ബൈ ഇ. കാരണം സിഗ്മ ഇസഡ് കംപ്രസീവ് ആയതുകൊണ്ട് അത് പ്ലസ്. ആൻഡ് നെക്സ്റ്റ് ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാ. ഇത് ഇസഡ് ആണ്, ഇത് എക്സ് ആണ്. ഇപ്പം ഇത് ഓക്കെ ആയി. സിഗ്മ ഇസഡ് ആയതുകൊണ്ട് ഇത് പ്ലസ് ആയി, ബാക്കി മൈനസ് തന്നെയാണ്. ഇസഡ് എന്തുകൊണ്ടാണ് പ്ലസ് ആയ? കംപ്രസീവ് ആയതുകൊണ്ട്. ഇത് പിന്നെ ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷൻ ഇട്ടാണല്ലോ. സിഗ്മയും നമുക്കറിയാം, ഇ നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇക്വേഷനിലിട്ട് എന്താണ് ഇ എക്സ് ഇ വൈ ഇ ഇസഡ് കണ്ടുപിടിച്ചു. ടോട്ടൽ ഇ വി എന്ന് പറയുന്നത് ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ ഇസഡ് ആണ്. ബൈ എന്താണ്? ഇ വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ബൈ വി ആണ്. ഇ വി എനിക്ക് കിട്ടി, ഡെൽറ്റ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു വോളിയം ചെയ്താൽ പോരെ. എനിക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും അറിയാം, ടോട്ടൽ വോളിയം എനിക്ക് കണ്ടുപിടിക്കാം. അപ്പം എനിക്ക് എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഡെൽറ്റ വി കിട്ടും. പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കണേ. സിമ്പിൾ ആണിത്. ഇതുപോലെ നമ്മുടെ ഡെറിവേഷനിൽ അറിയാമെങ്കിൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A bar square section 6 mm into 6 mm is subjected to an axial pull of 60 kilonewton. ഒരു 6 mm to 6 mm സെക്ഷൻ ഉള്ളൊരു സാധനത്തിന് ഒരു ആക്സിൽ 6 kilonewton ആക്സിയൽ പുൾ ഉണ്ട്. The internal dimension of the bar is found to be changed to 5.998 into 5.998. അപ്പോൾ ഒറിജിനലി 6 ഉണ്ടായിരുന്നു, അത് വലിച്ചപ്പോഴേക്ക് അത് വലിഞ്ഞിട്ട് അതിൻ്റെ ലെങ്ത് മാറി എന്ന് നമുക്ക് കിട്ടി. If the modulus of rigidity for the material is, modulus of rigidity തന്നിട്ടുണ്ട് 0.5 into 10 raised to 5, Poisson's ratio ഇലാസ്റ്റിസിറ്റിയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ, എൻ്റെ സ്ട്രെയിൻ ആദ്യം നോക്കാം. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പം 6 മൈനസ് ചേഞ്ച് ആയത് എത്രയാ? 5.998 വരെ അല്ലേ? ആ ചേഞ്ച് ബൈ ഒറിജിനൽ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ലാറ്ററൽ സ്ട്രെയിൻ കിട്ടും. അതുപോലെ എൻ്റെ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് 6 kilonewton, ഏരിയ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഡയമെൻഷൻ തന്നിട്ടുണ്ട് 6 into 6. അപ്പം എനിക്ക് സ്ട്രെസ് കിട്ടി. അപ്പം നെക്സ്റ്റ് എൻ്റെ ലീനിയർ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ. അതിൽ തന്നെ
അതവിടെ നിൽക്കട്ടെ. അതുപോലെ നമുക്ക് ജിയും ക്വസ്റ്റ്യനിൽ തന്നു. പിന്നെ എന്താണ് പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ ആണ്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു 3. ഇവിടെ ലാറ്ററൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ വെച്ച് ഞാൻ കണ്ടുപിടിച്ചില്ലേ 3.35 × 10⁻⁴ ബൈ ലീനിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, അത് സിഗ്മ ബൈ ഇ ആണ്. ആ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ ബൈ ഇ എന്ന് ഞാൻ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ അറിയാം. അപ്പം എനിക്ക് എന്താണ് ഈ ഇക്വേഷനിൽ പോയ്സൺസ് റേഷ്യോ അറിയത്തില്ല, ഇയും അറിയത്തില്ല. അപ്പം ഞാനത് അവിടെ ഇക്വേറ്റ് ചെയ്തു. എൻ്റെ സ്ട്രെസ് ഇക്വേറ്റ് ചെയ്യുമ്പം എനിക്ക് പോയ്സൺസ് റേഷ്യോ ഇസ് ഈക്വൽ ടു 3.33 × 10⁻⁴ ബൈ 166.67 × E എന്ന് വരും. അതിന് E ഇസ് ഈക്വൽ ടു പോയ്സൺസ് റേഷ്യോയുടെ ടേംസിൽ കിട്ടും. അതെൻ്റെ ഇക്വേഷൻ നമ്പർ 1. അതുപോലെ E ഇസ് ഈക്വൽ ടു 2G × 1 + പോയ്സൺസ് റേഷ്യോ ആണ്. G എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. E എനിക്കിപ്പോൾ ഇവിടെ അറിയാമല്ലോ, അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ പോയ്സൺസ് റേഷ്യോ കിട്ടും. കാരണം ഈ ഇക്വേഷനിൽ അൺനോൺ ആയിട്ട് പോയ്സൺസ് റേഷ്യോ മാത്രമേ ഉള്ളൂ. എന്ന് എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എൻ്റെ പോയ്സൺസ് റേഷ്യോ കിട്ടും. ആ പോയ്സൺസ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒറിജിനൽ ഇക്വേഷൻ 1ൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് എന്ത് കിട്ടും, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും കിട്ടും. ഇങ്ങനത്തെ ഒരു ഇതിൽ നമ്മുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷനിൽ ഇച്ചിരി ചിന്തിക്കണം. അതാണ് ഞാൻ ഈ 2 പ്രോബ്ലം ചെയ്യിപ്പിച്ചത്. പിന്നെ ലാസ്റ്റ് ഈ കിടക്കുന്ന ഈ PDF-ലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പാർട്ട് എയിൽ നമ്മൾ ചെയ്ത സിമിലർ പ്രോബ്ലം ആണ്. മറ്റേ പെർസെൻറ്റേജ് ഇലോങ്ങേഷനും റിഡക്ഷനും ഏരിയ ഒക്കെ കണ്ടുപിടിക്കാനുള്ളത്. ഇതൊന്നും ചെയ്ത് നോക്കുക. ജസ്റ്റ് ഡിഫറെൻറ്റ് വാല്യൂസ് ആണെന്നേ ഉള്ളൂ. സിമിലർ പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ മോഡ്യൂൾ 1. മോഡ്യൂൾ 1 ഇവിടെ തീർന്നു. ഈ 2 പാർട്ടേ ഉള്ളൂ.